നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗവർണർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ ഉത്തരവ്. സ്വാഗതം ചെയ്ത മന്ത്രി പി രാജീവ്. ഗവർണർ ചാൻസലർ സ്ഥാനം ഒഴിയണമെന്ന് SFI. പെരുമഴ തുടരുന്നു. തിരുവനന്തപുരം പോത്തൻകോട് മതിലിടിഞ്ഞ് വീട്ടമ്മ മരിച്ചു. പത്തനംതിട്ടയിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. തലസ്ഥാന നഗരം ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. യോഗം വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ജീവനെടുത്ത് അമീബിക് മെനിഞ്ചൈറ്റിസ്. ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചു. രോഗം പിടിപെട്ടത് കടലുണ്ടിപ്പുഴയിൽ നിന്ന്. മരുന്നെത്തിക്കാൻ കഴിയാത്തതിനാൽ കുട്ടി മരിച്ചത് ചികിത്സ കിട്ടാതെ. ചികിത്സാ പിഴവുകളിൽ നാളെ ഉന്നതതല യോഗം വിളിച്ച ആരോഗ്യമന്ത്രി. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കോടതി. മേയർ ഹാജരായത് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ. EP ജയരാജൻ വധശ്രമക്കേസിൽ K സുധാകരൻ കുറ്റവിമുക്തൻ. സുധാകരൻ വിചാരണ നേരിടേണ്ടെന്ന് ഹൈക്കോടതി. സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയെന്ന് സുധാകരൻ. സുപ്രീം കോടതിയിലേക്കെന്ന് ജയരാജൻ. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിച്ചിട്ടില്ല. യാത്ര സ്വന്തം ചെലവിലെന്ന് വിവരാവകാശ രേഖ. സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ജീവനക്കാരോ മുഖ്യമന്ത്രിക്കൊപ്പം പോയിട്ടില്ല. സ്പോൺസർമാരില്ലെന്നും സർക്കാർ. കൊലവിളി മുഴക്കി ഗുണ്ടകൾ. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തി. 200 ഗുണ്ടകളെ ഓപ്പറേഷൻ ആഗിൽ പിടികൂടിയെന്ന് ആലുവ റൂറൽ SP. പെരിയാറിൽ വീണ്ടും മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി. ഏലൂർ ഇടയാർ വ്യവസായ മേഖലയിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. രാസമാലിന്യം പെരിയാറിൽ തള്ളിയ കമ്പനികൾക്കെതിരെ നടപടിയില്ല. വിഷവെള്ളമാണ് മെയിനായിട്ട് നമുക്ക് കമ്പനികളിൽ നിന്ന് വരുന്ന രാസവസ്തുക്കളെല്ലാം അടങ്ങിയുള്ള വിഷവെള്ളത്തിന്റെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. വിമാനാപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കി ഇറാൻ. അമേരിക്കൻ ഉപരോധമാണ് അപകടത്തിന് ഒരു കാരണമെന്ന് വിദേശകാര്യമന്ത്രി. ഇറാനിൽ ദുഃഖാചരണം തുടരുന്നു. IPL-ൽ കലാശ പോരാട്ടങ്ങൾ തുടങ്ങുന്നു. ക്വാളിഫയറിൽ ഇന്ന് കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം. രാജസ്ഥാൻ റോയൽസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് എലിമിനേറ്റർ നാളെ. വാർത്തയിലേക്ക് വിശദമായി. ഗവർണർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ ഉത്തരവിട്ടു. ഗവർണർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള നടപടികൾ. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പുതിയ നാമനിർദ്ദേശം നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഭവത്തിലാണ് കോടതി ഇടപെടലിൽ ഇപ്പോൾ ഗവർണർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതേസമയം സർക്കാരിന്റെ നാമനിർദ്ദേശം അംഗീകരിച്ചു എന്ന സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ സർക്കാർ ഗവർണർ പോരിൽ ഗവർണർക്ക് കോടതിയിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നോമിനേഷൻ തള്ളിയ വിധി സ്വാഗതം ചെയ്ത് മന്ത്രി പി രാജീവ്. സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. സർക്കാർ നോമിനേഷനുകളൊന്നും നിയമവിരുദ്ധമല്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. വിധി സ്വാഗതാർഹമാണ്. കാരണം യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുമ്പോൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ബംഗാൾ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അവകാശങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കേണ്ട ഗവർണർ ചാൻസലർ എംഎൽഎയിൽ പ്രവർത്തിക്കുന്നത് നിയമപ്രകാരമാണ്. നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനുള്ളത്. അപ്പോൾ അതിന് വിരുദ്ധമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചില നോമിനേഷൻ നടത്തിയത് തെറ്റായി പോയി എന്നുള്ള നിലപാട് അമ്മ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ വിധി അത് സംബന്ധിച്ച് സ്വാഗതാർഹമാണ്.
സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ കോളേജുകളിലെ നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കത്തയച്ചു. പ്രവേശന പരീക്ഷ വേണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും മാനേജ്മെന്റ് അസോസിയേഷനുകളും ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്ന് വി ഡി സതീശൻ ചോദിച്ചു. ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശന നടപടികൾ സുതാര്യമാക്കാനും അടിയന്തര ഇടപെടലുണ്ടാകണം. അഫിലിയേഷൻ നടപടികൾ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായെന്നും ഇത് പരിശോധിക്കപ്പെടണമെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് ക്ലീൻ ചിറ്റ്. സുധാകരൻ വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കുറ്റവിമുക്തനാക്കണമെന്ന വിടുതൽ ഹർജി നിരസിച്ച വിചാരണ കോടതി നടപടി നിയമപരമല്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കെട്ടുകഥയെന്നായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. വിധി ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. താനായിരുന്നില്ല, പിണറായി വിജയനായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികരിച്ച ഇ.പി. ജയരാജൻ സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. 1995 ഏപ്രിൽ 12 ചണ്ഡീഗഡിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങിവരവെയായിരുന്നു ഇ.പി. ജയരാജനെതിരെ ട്രെയിനിൽ ആക്രമണമുണ്ടായത്. വലിയ രാഷ്ട്രീയ കൊള്ളക്കം ഉണ്ടാക്കിയ സംഭവമാണത്. പിന്നീട് കണ്ണൂരിൽ നിരവധി ഏറ്റുമുട്ടൽ ഇതിന്റെ പേരിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇ.പി. ജയരാജൻ മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന വിലയിരുത്തലും ആരോപണവും അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഏതായാലും വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾ, ആരോപണ പ്രത്യാരോപണങ്ങളും അതുപോലെ തന്നെ ഓരോ കേസിന്റെ നിരവധി നാൾവഴികൾ താണ്ടിയാണ് ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് അന്ന് ചുമത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. സർക്കാർ തന്നെ പിണറായി വിജയൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതുകൊണ്ട് സർക്കാർ അപ്പീൽ പോകണമെന്നാണ് ഇ.പി. ജയരാജന്റെ നിലപാട്. സർക്കാർ അപ്പീൽ പോകാൻ തന്നെയാണ് സാധ്യത. കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കെ സുധാകരനെ കേസിൽപ്പെടുത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം അന്നു മുതൽ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഇന്നും അവർ ആവർത്തിക്കുന്നു. കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്. അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരനെ മാത്രമല്ല CMB രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPM-ന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. ഹൈക്കോടതി കെ സുധാകരനെ കുറ്റമുക്തനാക്കിയെങ്കിലും ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. കൂടുതൽ നിയമ നടപടികളിലേക്ക് ഈ കേസ് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്. സുപ്രീം കോടതിയിൽ വൈകാതെ സംസ്ഥാന സർക്കാർ അപ്പീലുമായി പോകും. ഇ.പി. ജയരാജനും ഒരുപക്ഷെ അതിൽ കക്ഷി ചേരാൻ സാധ്യതയുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇപ്പോൾ തന്നെ ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ആ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി നേതാക്കൾ രംഗത്തെത്തും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിച്ചിരുന്നത്. കെ സുധാകരൻ ഇതിലെ ബന്ധം MV രാഘവന്റെ അടക്കം പേര് പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഏതായാലും സുപ്രധാനമായ ഒരു കോടതി വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. KSRTC ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, മേയറുടെ പരാതിയിലാണ് ഇപ്പോൾ രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നത്. നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിൽ ഉറച്ചു നിൽക്കുന്നു മേയർ ഇപ്പോഴും എന്ന് വേണമോ ഇന്നത്തെ നടപടികളിലൂടെ മനസ്സിലാക്കാൻ? തീർച്ചയായും മേയറുടെ പരാതിയിൽ നേരത്തെ യദുവിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പരാതിയായാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. പോലീസാണ്, അന്വേഷണ സംഘമാണ് അത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മേയർ ആര്യന്റെ മൊഴി ഇന്ന് വൈകിട്ട് രേഖപ്പെടുത്തിയത്. കേസ് അന്വേഷണം തുടരുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ മെമ്മറി കാർഡ് കാണാതായതുൾപ്പെടെ സംഭവങ്ങളിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിൽ ഇതുവരെ ഒരു തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഏതായാലും മേയറുടെ പരാതിയിൽ ഇപ്പോൾ
രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. തിരുവനന്തപുരത്ത് മഴ കുറഞ്ഞെങ്കിലും ദുരിതമൊഴിഞ്ഞിട്ടില്ല. പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. പോത്തൻകോട് ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത്. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സ്മാർട്ട് സിറ്റി റോഡുകൾ 10 ജൂൺ മാസം 15ഓടുകൂടി സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. ഇന്ന് തീയതി 21. 2 ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ മഴവെള്ളക്കെടുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൂട്ടായിട്ടുള്ള പരിശ്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറേറ്റിൽ ഒരു കൺട്രോൾ റൂമുണ്ട്, താലൂക്ക് ഓഫീസുകളിൽ കൺട്രോൾ റൂമുണ്ട്, ഫയർഫോഴ്സിൽ കൺട്രോൾ റൂമുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൺട്രോൾ റൂമുണ്ട്. കോർപ്പറേഷന്റെ സോണൽ ഓഫീസുകളിലും അവിടെ കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഉദാഹരണം വാട്ടർ അതോറിറ്റി, PWD, കോർപ്പറേഷൻ, ഫയർഫോഴ്സ്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലൻഡ് നാവിഗേഷൻ, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇത് എല്ലാ ദിവസവും വൈകുന്നേരം കളക്ടറുടെ നേതൃത്വത്തിൽ അന്ന് നടന്ന ഓരോ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം വിലയിരുത്തണമെന്നുള്ളതിനെ തീരുമാനിച്ചു. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അടൂർ പള്ളിക്കലാറ്റിൽ കാണാതായ ഗോവിന്ദന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റൊരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തൊടുപുഴയ്ക്കടുത്ത് കൂവക്കണ്ടത്ത് 4 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. എല്ലാ മഴയിലും മാലിന്യപ്രശ്നം രൂക്ഷമാകുന്ന ജലാശയമാണ് തിരുവനന്തപുരത്തെ ആമിഴഞ്ചാൻ തോട്. തലസ്ഥാനവാസികൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. കാലപ്പഴക്കം ചെന്ന വീട്ടുപകരണങ്ങൾ വരെ തള്ളുന്നത് ഈ തോട്ടിലേക്കാണ്. ചെറിയ മഴയിൽ പോലും തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങും. വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാരും നഗരസഭയും ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെടുന്ന നഗരവാസികൾ ഈ നഗരത്തോട് മറ്റ് താമസക്കാരോട് ജനങ്ങളോട് ചെയ്യുന്ന എന്തെന്ന് കൂടി കാണണം. ഞാനുള്ളത് ഈ ആമിഴഞ്ചാൻ തോടിന്റെ കണ്ണമ്മൂല ഭാഗത്താണ്. കണ്ണമ്മൂലയിൽ നെല്ലിക്കുഴിയിലേക്ക് പോകുന്ന തോടിന്റെ ഭാഗത്താണ്. എല്ലാ മഴക്കാലത്തും ഇന്നലെയും ഒക്കെ വലിയ വെള്ളം ഇതിന്റെ വശങ്ങളിൽ റോഡിൽ കൂടി കയറിയിരുന്നു. എന്താണ് ഈ തോടിലൂടെ നഗരവാസികൾ ഒഴുക്കിവിടുന്നത്? ഇത് ഇവിടെ നിന്നുള്ള ആളുകൾ ഇടുന്ന മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പട്ടംതോട് ഇതിൽ കണക്ട് ചെയ്താണ് പോകുന്നത്. പാറ്റൂർ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വരും. ആ ഭാഗത്ത് നിന്ന് ഉള്ള വെള്ളം ഇവിടെ പോകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഒരു ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഇവിടേക്ക് ആളുകൾ എന്തെല്ലാം മാലിന്യങ്ങൾ ഇവിടേക്ക് വലിച്ചെറിയാൻ കഴിയുമോ അതെല്ലാം. ഒരു ഫ്രിഡ്ജിന്റെ, ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഇതുപോലെയല്ല എന്തെല്ലാം വീട്ടിലുപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും അത് വേസ്റ്റ് ആകുമ്പോൾ ഇത്തരത്തിൽ ഈ തോട്ടിലേക്ക് തള്ളിവിടുന്ന, ഒഴുക്കിവിടുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുതന്നെയാണ് എന്തുകൊണ്ട് വെള്ളം ഇവിടെ പൊങ്ങുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മദ്യക്കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് ബോട്ടുകളും ഒക്കെ കവറുകളിലാക്കി വലിയ വലിയ കെട്ടുകളാക്കിയാണ് ഈ ജലാശയത്തിൽ ഉപേക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങാതിരിക്കുകയുള്ളൂ. ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ തലസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതം കൂടും. അതറിയാത്തവരല്ല ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം എത്ര ഭാണ്ഡക്കെട്ടുകൾ പോലെ എത്രയിടത്താണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റും കെട്ടി ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. അങ്ങനെ ഒഴുകി നടക്കുന്നത് ഇതൊക്കെ തടഞ്ഞു നിർത്തി വീട്ടിലെ മെത്തയുടെ ഭാഗമുണ്ട്, കിടപ്പുമുറികൾ ഉപയോഗിക്കുന്ന മെത്തയുടെ ഭാഗമുണ്ട്, അത് അതേപടി ഇവിടേക്ക് വലിച്ചെറിയുന്നത് ഈ ഒരു മഴക്കാലത്തിന്റെ മാത്രം കാഴ്ചയില്ല. കഴിഞ്ഞ മഴക്കാലത്തും ഇതേ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ നെല്ലിക്കുഴി ഭാഗത്തുനിന്നുമൊക്കെ നമ്മൾ ഇതേ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ നഗരവാസികൾ എന്തുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാർ ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇത് 1-2 ആളുകൾ ചെയ്യുന്നതല്ല, നിരവധി ആളുകൾ ചെയ്യുന്നതുകൊണ്ട് ഇത്രയധികം മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഇത്തരം മാലിന്യങ്ങൾ തടഞ്ഞു ശേഖരിക്കാനായി നഗരസഭ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത്തരത്തിൽ വലിയ പൈപ്പുകൾ ഇതിന് കുറുകെ സ്ഥാപിച്ച് വെള്ളം വറ്റുമ്പോൾ മാത്രമാണ്, കുറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. ഈ സ്ഥാപിച്ച് ഇത് തടഞ്ഞു നിർത്തി മാലിന്യങ്ങൾ കോരിമാറ്റാനാണ് പിന്നീട് ശ്രമിക്കുക. ഇവിടെയും ഈ എത്ര കോരിമാറ്റിയാലും വീണ്ടും വീണ്ടും എല്ലാ
മഴക്കാലത്തുമുള്ള കാഴ്ചയാണ്. ഓരോ മഴക്കാലത്തും ഇങ്ങനെ ഈ തോട് ഈ രീതിയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നു. എത്ര പറഞ്ഞാലും ആളുകൾ സർക്കാരിനോട് നഗരസഭ സഹകരിക്കുന്നതിനാണ് വ്യക്തമാണ്. ഇതും കൂടി മാറാതെ തലസ്ഥാനത്തിന്റെ ഈ വെള്ളക്കെട്ടെന്ന ദുരിതം മാറില്ലെന്ന് ഉറപ്പാണ്. ഇങ്ങനെ ആളുകൾ ഒരു മര്യാദയുമില്ലാതെ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയാൽ തലസ്ഥാനം ഇനിയും ഈ ചെറിയ മഴയിൽ പോലും മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും. ഈ ദൃശ്യങ്ങൾ ശരിക്കും എത്ര ശ്രമിച്ചാലും എത്ര അധികൃതർ പ്രവർത്തിച്ചാലും അതുകൊണ്ട് മാത്രം കാര്യമാകും. നഗരവാസികൾ കൂടി ശ്രമിക്കണം, അവർ കൂടി ശ്രദ്ധിക്കണം, അവർ കൂടി വിചാരിക്കണം ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല, ഞങ്ങൾ മഴക്കാലത്ത് ഈ ദുരന്തം അനുഭവിക്കാൻ പാടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി ഇപ്പോൾ ഹരിതകർമ്മസേനയും അതുപോലുള്ള മറ്റ് മാലിന്യ മാറ്റാനുള്ള സംവിധാനങ്ങളുമൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുമായി സഹകരിക്കാൻ കൂടി നഗരവാസികൾ പഠിക്കണം. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ 5 ഷട്ടറുകൾ ഉയർത്തി. ജലനിരപ്പ് ക്രമീകരണത്തിനായി 50 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. പരമാവധി 3.5 മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ 3.15 മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ചങ്ങണാംകുന്ന് റെഗുലേറ്ററിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും പുഴയിലിറങ്ങുന്നവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശി ഫത്വയുടെ ഖബറടക്കം നടന്നു. മുന്നിയൂർ കളിയാട്ടുമുക്ക് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലായിരുന്നു ഖബറടക്കം. ഇന്നലെ രാത്രിയാണ് വെന്റിലേറ്ററിലായിരുന്ന ഫത്വയുടെ മരണം സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്നും മരുന്നെത്തിച്ച് ചികിത്സ നൽകാൻ ശ്രമം നടന്നെങ്കിലും ഫലം കണ്ടില്ല. കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് കുട്ടിക്ക് അമീബ ബാധയുണ്ടായതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ മാസം 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് മരുന്ന് ലഭ്യമാക്കാൻ കഴിയാത്തതാണ് ചികിത്സയ്ക്ക് പ്രതിസന്ധിയായത്. ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. അത് വിദേശ രാജ്യത്തുണ്ട്, അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല. അപൂർവ രോഗമാണെങ്കിലും കേരളത്തിലെ പുതിയ സാഹചര്യങ്ങളിൽ രോഗസാധ്യത ഇനിയുമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രോഗം തുടക്കത്തിലെ തിരിച്ചറിയാൻ കഴിയണം. വിദേശത്തു നിന്നും മരുന്ന് കേരളത്തിലെത്തിക്കണം. നമുക്ക് മുമ്പ് കോഴിക്കോട് തന്നെ മുമ്പേ 3-4 പ്രാവശ്യം ഒരു 4-5 വർഷത്തിന്റെ ഇടയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. വീണ്ടും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വരാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ മരുന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക, എത്തരം രോഗലക്ഷണങ്ങളിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടിയുടെ കൂടെ പുഴയിൽ കുളിച്ച മറ്റു കുട്ടികൾക്ക് രോഗബാധയില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വെസ്റ്റ് നൈൽ ഫീവറും ജാഗ്രത പാലിക്കേണ്ട മറ്റൊരു ഗുരുതര രോഗമാണ്. രോഗം ബാധിച്ച ഇടുക്കി സ്വദേശി ഇന്നലെ മരണപ്പെട്ടിരുന്നു. 10 പേർക്കാണ് ഇതുവരെ കേരളത്തിൽ രോഗം കണ്ടെത്തിയത്. മൺസൂൺ ആരംഭിക്കുന്നതിനാൽ മഴക്കാല രോഗങ്ങളോടും കേരളം കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇതിനിടെ മെഡിക്കൽ സർവീസിന് ആവശ്യ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നതിനായി 70 കോടി സർക്കാർ അനുവദിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കടയിലെ വയറിംഗിൽ 2 തകരാർ. കടയിലേക്കുള്ള സർവീസ് വയറിലും പുറത്തെ ലൈറ്റിലേക്കുള്ള ഇൻസുലേഷനിലുമാണ് വൈദ്യുതി തകരാറുണ്ടായിരുന്നുവെന്ന് KECB കണ്ടെത്തുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും ലൈനിൽ തകരാർ മനസ്സിലാക്കിയിട്ടും വിച്ഛേദിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നും കടയുടമ പ്രതികരിച്ചു. കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്നാണ് KECB ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അവർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്കാണ് ഈ വിവരവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനായി ചുമതല നൽകിയിരിക്കുന്നത്. അവർ നൽകിയ പരിശോധനയിൽ 2 കാരണങ്ങളാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ഒന്ന്, ഈ സർവീസ് വയർ ഈ മേൽക്കൂരയ്ക്ക് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒപ്പം വലിയ വളർന്നു നിൽക്കുന്ന വലിയൊരു മാവിന്റെ ഇലകൾ ഈ ഭാഗത്തുണ്ട്. ആ ഇലകൾ മഴ പെയ്തപ്പോൾ ഒരുപക്ഷെ ഈ ലൈൻ കമ്പിയുമായി അല്ലെങ്കിൽ സർവീസ് വയറുമായി പരസ്പരം ബന്ധപ്പെട്ട് മുട്ടിയിരിക്കാം. അങ്ങനെയെങ്കിൽ ആ സർവീസ് വയറിൽ ഒരു ലീക്കേജ്, ഒരു ചോർച്ച പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഴ പെയ്ത് ഈ ഇലയും ഈ സർവീസ് വയറുമായി മുട്ടിയപ്പോൾ ആ ലീക്കേജിൽ കൂടി അല്ലെങ്കിൽ ആ ചോർച്ചയിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചിരിക്കാമെന്നാണ് ഒരു കാരണമായി ചൂണ്ടിക്കാണുന്നത്. മറ്റൊന്ന്, അകത്തു നിന്നും ഉള്ള ഒരു വൈദ്യുതി
വൈദ്യുതി ലൈൻ ഒരു വയർ കണക്ഷൻ പുറത്തേക്ക് ഇട്ടിരുന്നു. ലൈറ്റിനായുള്ള ആ കണക്ഷനിൽ ചെറിയ ചോർച്ച ഉണ്ട്. ആ ചോർച്ചയിൽ കൂടി ഒരുപക്ഷെ രാത്രിയിൽ ലൈറ്റ് ഇട്ടപ്പോൾ വന്നിരിക്കാമെന്നാണ് അവർ കണക്കാക്കുന്നത്. ഈ രണ്ട് കാരണങ്ങളാണ് അവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഈ KSEBിയിലെ ഉദ്യോഗസ്ഥർ ഈ പരിശോധിക്കാനായി എത്തിയപ്പോൾ വൈദ്യുതി ഈ തൂണുകൾ വഴി പ്രവഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ രണ്ട് കാരണങ്ങളും അപ്പോൾ ഉണ്ടാവാമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്ന്, മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ മാവിന്റെ ഇലയിൽ നിന്നും സർവീസ് വയറുമായി ബന്ധപ്പെട്ട് ഉള്ള കറണ്ട് ചോർച്ചയും, മറ്റൊന്ന് ഈ ഇലക്ട്രിക് ലൈൻ പുറത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഓഫ് ആയതുകൊണ്ട് തന്നെ ആ വഴിയും വയറിൽ വഴിയും കറണ്ട് എത്താതിരിക്കാമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ വൈദ്യുതിയുടെ ഒരു പ്രവഹിക്കുന്ന ലക്ഷണം കാണിച്ചില്ല. കൈ പിടിച്ച് നോക്കിയിട്ടും ഷോക്ക് ഏൽക്കുന്ന അവസ്ഥ ഉണ്ടായില്ലെന്ന് പറയുന്നു. നമുക്കൊപ്പം ഉടമയുണ്ട്. രണ്ട് കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഇലയും സർവീസ് വയറുമായി മുട്ടി അതിൽ ഇൻസുലേഷനിൽ ചോർച്ചയുള്ളതുകൊണ്ട് വരാം. മറ്റൊന്ന്, അകത്തു നിന്നും പുറത്തേക്കൊരു ലൈൻ വലിച്ചിട്ടുണ്ടായിരുന്നു, അതിലെ ഇൻസുലേഷനും ലീക്കുള്ളതുകൊണ്ട് വരാം. ഈ കാര്യങ്ങൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് സാർ, ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ 17-ാം തീയതി മുതൽ വിളിക്കുന്നുണ്ട്. ആ 17-ാം തീയതി വിളിച്ചിട്ട് ഫോണ് കിട്ടാത്തതുകൊണ്ട് 18-ാം തീയതി വീണ്ടും വിളിച്ചു. ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള കടയുടമയും 18-ാം തീയതി വീണ്ടും അവരെ വിളിച്ചിട്ട് അവർ വരാത്തത് കൊണ്ട് പിറ്റേന്ന് രാവിലെ 19-ാം തീയതി വീണ്ടും അവരെ ബന്ധപ്പെടുകയാണ്. അങ്ങനെ 19-ാം തീയതി വന്നിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ തൂണൊക്കെ അടക്കം ചെക്ക് ചെയ്തപ്പോൾ ഞാനും ആ കടമുടമ സാക്ഷിയാണ്. ആ കടയുടമ അടക്കം പിന്നെ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പോസ്റ്ററിനൊക്കെ ഒരു നോക്കിയ സമയത്ത് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ അയാളും പറഞ്ഞു, ഞാൻ ഉടനെ ആളെ പറഞ്ഞേക്കാം, മാത്രമല്ല നിങ്ങളെ കൺസ്യൂമർ നമ്പർ വെച്ചിട്ട് നിങ്ങളെ ഇതാടെ ഞാൻ രജിസ്റ്ററും ആക്കിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ആളെ പറഞ്ഞേക്കാമെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ ആളുകൾ പിന്നെ അവരെ കണ്ടില്ല. പിന്നെ രാത്രി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം സ്പെഷ്യലായിട്ട് ഞാൻ വീണ്ടും വിളിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം അവർ വന്നിട്ടാണ് ഈ സർവീസിലേക്ക് കട്ടാക്കുന്നത്. ആ കട്ടാക്കിയതിന് ശേഷം കറണ്ട് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഒന്നായിട്ട് ലൈൻ ഓഫാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും ഇത് കട്ട് ചെയ്തേരെ വീണ്ടും രണ്ടാമത് ഓണാക്കിയപ്പോൾ പിന്നെ ഇവിടെ കറണ്ടില്ല. അപ്പോൾ സർവീസ് ലൈനാണ് ഇതിന്റെ കാരണം എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത് 101% കറക്റ്റാണ്. സർവീസ് ലൈനിൽ നിന്നാണ് കറണ്ട് ഇതിന്റെ മുകളിലേക്ക് പാസ് ചെയ്തതും ഈ ഇവന് പിടിക്കാനുണ്ടായ കാരണം. അത് അന്ന് ഫസ്റ്റിൽ ഈ 19-ാം തീയതി ഉച്ചക്ക് വന്ന സമയത്ത് അത് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടേക്കുള്ള കറണ്ട് കട്ട് ചെയ്ത് പോവുകയാണ്, ആ ചെറുപ്പക്കാരന്റെ മരണമല്ലാതെ കഴിച്ചിലായി പോവുകയിനി. ആ 19-ാം തീയതി വന്ന സമയത്ത് മാത്രം ആ സർവീസ് ലൈൻ കട്ടാക്കി കഴിഞ്ഞാൽ മതി ഇനി ഇങ്ങോട്ടുള്ള, എന്നാൽ ഈ മരണം സംഭവിക്കാതെ ഇനി. അപ്പോൾ ഓലെ ഏറ്റവും വലിയ അപാകത കൊണ്ട് പാളിച്ച കൊണ്ടാണ് സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ മരിക്കാനുണ്ടായ കാരണം. അതിലുള്ള തടി ഊരാനുള്ള സാധനം ഓരോർക്ക് മാവിന്റെ ഇല തുടങ്ങിയിട്ടാണ്, അല്ലെ അവിടുന്ന് ഒരു ബൾബ് തൂക്കിയിട്ടാണെന്നൊക്കെ ഉള്ള കാരണം പറയാന്നല്ലാതെ അതൊക്കെ 100% കളവാണ്. അതുപോലെ തടി ഊരാൻ വേണ്ടി മാത്രം പറയാം. അദ്ദേഹം പറയുന്നത് ആദ്യം വന്നപ്പോൾ തന്നെ ആ സർവീസ് വെയർ ഒന്ന് കടയിലേക്കുള്ളത് വിച്ഛേദിച്ചെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഇന്ന് വൈകിട്ട് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകും എന്നാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം ഈ ഇരുവശത്തേക്കും ഈ കടയിലേക്കുള്ള വഴിയുടെ ഇരുവശത്തേക്കുമുള്ള ഇടങ്ങളിൽ വ്യാപകമായി ഈ വഴിയിലേക്ക് നൂർന്നു നിൽക്കുന്ന മരശിഖരങ്ങളും കൊമ്പുകളും ചില്ലകളുമൊക്കെ വെട്ടിമാറ്റാൻ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഒരു 2 ദിവസം മുമ്പ് ഈ നടപടി ചെയ്തിരുന്നെങ്കിൽ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്ത പോലീസ്. മെഡിക്കൽ കോളേജിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നാവിൽ കെട്ട് കണ്ടതിനെ തുടർന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്ന് ഡോക്ടർ പോലീസിന് മൊഴി നൽകി. ചികിത്സാ പിഴവുണ്ടായോ എന്ന് കണ്ടെത്താനുള്ള വിദഗ്ധ സമിതി യോഗം ചേർന്നു. ചികിത്സാ രേഖകളടക്കം പരിശോധിച്ച സമിതി DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. നാളെ തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണവും ചർച്ച ചെയ്യും. 2 ഇടത്തെയും സൂപ്രണ്ടുമാർ നേരിട്ട് യോഗത്തിലെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി MJ മിഥുൻ ചേരുന്നു. മിഥുൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരം ഇത്തരം ചികിത്സാ പിഴവ് ആരോപണം ഉയരുകയാണ്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്. വലിയ പ്രതിഷേധം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് ആരോഗ്യമന്ത്രിയുടെ നീക്കം?
രണ്ട് വിഷയത്തിലാണ് നാളെ ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവും, മറ്റൊന്ന് തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം. ഇത് രണ്ടുമാണ് നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ആശുപത്രിയിലെയും സൂപ്രണ്ടുമാർ നേരിട്ട് യോഗത്തിനെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് യോഗമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ഒരു പരാതി പുറത്തു വരുന്നത്. ഈ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ ഇതേ തുടർന്ന് ആശുപത്രിയോട് പോലീസ് റിപ്പോർട്ട് അടക്കം തേടിയ ഒരു പശ്ചാത്തലമുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു അല്പസമയം മുമ്പ് ഏകദേശം 5:00 കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച് പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ കാലതാമസം എടുക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ച് ബോഡി വിട്ടു നൽകണമെന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ആശുപത്രി അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പോലീസിനെ സമീപിക്കുന്നത്. തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ആശുപത്രി വളപ്പിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് അനക്കമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അർദ്ധരാത്രിയോടുകൂടി ചികിത്സ തേടിയെത്തിയ ഗർഭിണിക്ക് ഈ ചികിത്സ നിഷേധിച്ചെന്നായിരുന്നു പരാതി നൽകിയിരുന്നത്. അടുത്ത ദിവസം നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായും കണ്ടെത്തിയിരുന്നു. അതേസമയം കുഞ്ഞിന്റെ മരണകാരണം അറിയാനുള്ള നിർണായകമായ പത്തോളജിക്കൽ ഓട്ടോപ്സിയാണ് ഇത് നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയോട് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ആശുപത്രിക്കെതിരെ പോലീസിന് ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ ഈ യോഗത്തിൽ ഈ വിഷയം കൂടി ചർച്ചയ്ക്ക് വരുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. കൊച്ചിയിൽ യുവാവിന് നേരെ ഗുണ്ടാ നേതാവിന്റെ കൊലവിളി. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഗുണ്ടാ നേതാവ് ഭീഷണിപ്പെടുത്തി. യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം. വീഡിയോ എടുത്ത് കൊടുത്തോ. കേട്ടാ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലട്ടാ. നീ ഇതാ വർദ്ധിക്കരുത്. ഞാൻ പറഞ്ഞില്ലട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. ടോം കുര്യാക്കോസ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, ഗുണ്ടാ വിളയാട്ടം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? അവർ തന്നെയാണോ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? സംസ്ഥാനത്തെമ്പാടും ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി ഓപ്പറേഷൻ ആഗ് പദ്ധതി പോലീസ് നടപ്പാക്കുമ്പോഴാണ് ഈ രീതിയിൽ ഗുണ്ടകളുടെ വിളയാട്ടം കൊച്ചി നഗരത്തിലടക്കം നടക്കുന്നത്. ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ തമ്മനം ഫൈസലും സംഘവും ഒരു യുവാവിനെ തങ്ങളുടെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ഭീഷണി മുഴക്കുന്ന കൊലവിളി നടത്തുന്ന ദൃശ്യമാണിത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇരുവരും തമ്മിലുള്ള സംഭാഷണം. ഇവിടെ ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നത് തമ്മനം ഫൈസലാണ്. തമ്മനം ഫൈസൽ യുവാവിനോട് ഒരു കാര്യം, താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടിന്മേൽ നിൽക്കുന്ന ദൃശ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. താൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും, ഈ തമ്മനം ഫൈസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് അപേക്ഷിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഇത് മാസങ്ങൾക്ക് മുൻപാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായി പോലീസ് ഈ തമ്മനം ഫൈസലിൻ്റെ സംഘത്തിലുള്ള ഒരാളുടെ ഫോണിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 1 വർഷം മുൻപ് ഈ തമ്മനം ഫൈസൽ സമാനമായ രീതിയിൽ കൊച്ചിയിലെ ഒരു ഗുണ്ടാ സംഘാംഗമായ കില്ലർ ജോണിയെ ഇതേ രീതിയിൽ ഒരു രഹസ്യ കേന്ദ്രത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുകയും പിന്നാലെ തന്നെ കൊച്ചി പോലീസ് ഈ തമ്മനം ഫൈസലിൻ്റെ സംഘത്തെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു ദൃശ്യം, ഒരു യുവാവിന് നേരെ ഭീഷണി മുഴക്കുന്ന, തമ്മനം ഫൈസലിന്റെ സംഘവും ഭീഷണി മുഴക്കുന്ന ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. രേണുക. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം
ആലുവ റൂറൽ SP ന്യൂസ് 18നോട് സംസാരിച്ചു. ആലുവ റൂറൽ പരിധിയിൽ മാത്രം 200-ലധികം ഗുണ്ടകളെ പിടികൂടിയെന്നാണ് SP അവകാശപ്പെടുന്നത്. വ്യാപക പരിശോധനയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. റിയാസിന്റെ അറസ്റ്റിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. റെയ്ഡ് തുടരുകയാണ്. പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനോടകം തന്നെ 5000-ലധികം ഗുണ്ടകളെയാണ് പിടികൂടിയത്. ആലുവ റൂറൽ പരിധിയിൽ ഈ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി? ഈ കാര്യങ്ങൾ ന്യൂസ് 18നോട് പങ്കുവയ്ക്കുന്നു ആലുവ റൂറൽ SP വൈഭവ് സക്സേന. സർ നമസ്കാരം. ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വലിയ രീതിയിൽ പോലീസിന്റെ വലയത്തിലാണ് ഈ ഗുണ്ടകൾ. ആലുവ റൂറലിന്റെ പരിധിയിൽ ഓപ്പറേഷൻ ആഗ് എവിടം വരെ എത്തി? തീർച്ചയായിട്ടും ഒരു വ്യാപകമായ ഈ ഗുണ്ടകളിനെ എത്ര ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ. സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലൊക്കെ തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107ന്റെ പ്രൊസീഡിങ്സ് കാപ്പപ്രകാരം പുതിയ ആൾക്കാരിനെ എത്ര പ്രപ്പോസൽസ് ഇത് എല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ടോ. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ. വളരെ കർശനമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ടോ. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകൾ നമുക്ക് ഈ അടുത്തിടയിൽ ഗുണ്ടകളുടെ ആക്രമണം ചൊവ്വരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം പരസ്യമായി വരുന്നു. നാട്ടിലിറങ്ങി അവർ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പോലീസിന്റെ സുരക്ഷ എത്രത്തോളം കർശനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എല്ലാ സ്റ്റേഷൻ മൊബൈൽസ് ഫുൾ ടൈം പുറത്താണ്. വളരെ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ടോ. എന്തെങ്കിലും ഒരു സംഭവം നടക്കാനെങ്കിൽ പ്രീവിയസ് എനിമിറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈരാഗ്യൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ പോലീസ് സ്ഥലമിൽ എത്തിയിട്ട് എല്ലാ റെസ്പോൺസ് തരാറുണ്ടോ കൊടുക്കാറുണ്ടോ. ഇതുവരെ നമ്മുടെ ജില്ലയിൽ ഏകദേശം എല്ലാ കേസുകളിൽ ഉടൻ തന്നെ ഈ വളരെ പ്രോംപ്റ്റ് ആക്ഷൻ പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ. കുറേ സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തുന്നുണ്ടോ. ഏരിയ ഡോമിനേഷൻസ് പ്രത്യേകിച്ചും അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ പെരുമ്പാവൂർ സൈഡിൽ ആലുവ സൈഡിൽ നടക്കാറുണ്ടോ. സോ വളരെ കർശനമായ രീതിയിൽ എല്ലാ വളരെ സജീവമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ടോ. ഒപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായിയായ റിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തോക്കുകളടക്കം പിടികൂടുകയും ചെയ്തു. ആ അന്വേഷണം ഏതുവരെയാണ് സാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും അത് പല കേസുകളിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായി ഇത് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് കുറേ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ. കുറേ ഇൻഫർമേഷൻ ഉണ്ടോ. ഇൻഫർമേഷനിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് റെയ്ഡ്സ് നടത്തുന്നുണ്ടോ. ആൻഡ് ബാക്കിയെല്ലാ കാര്യങ്ങൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ? എല്ലാ എഫേർട്സ് വിതിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ റെസ്റ്റ് അഷ്യൂർഡ് ഓൾ സ്ട്രിക്റ്റ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൻ. പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഹണ്ട് അത് ഊർജിതമായി തന്നെ ആലുവ റൂറൽ പരിധിയിലും നടക്കുന്നുണ്ട്. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. തോക്കുകളും തിരകളുമായി മഞ്ചേശ്വരം സ്വദേശികളായ 2 പേർ മംഗളൂരുവിൽ അറസ്റ്റിലായി. മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് അസ്ഗർ, അബ്ദുൾ നിസാർ എന്നിവരെയാണ് മംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലാ അതിർത്തിയായ തലപ്പാടിയിലെ പലിക്കൂർ ഭാഗത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. കാറിൽ ആയുധങ്ങളുമായി സഞ്ചരിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ സഞ്ചരിച്ച കാർ തടഞ്ഞ് പരിശോധിച്ചത്. കാറിൽ നിന്ന് 2 പിസ്റ്റളുകളും തിരകളും പിടികൂടി. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എറണാകുളം റൂറൽ SP നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം കേസ് അന്വേഷിക്കും. ഈ ഗുണ്ടകളിനെ എത്ര ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ. സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലൊക്കെ തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107ന്റെ പ്രൊസീഡിങ്സ് കാപ്പപ്രകാരം പുതിയ ആൾക്കാരിനെ എത്ര പ്രപ്പോസൽസ്
ഇത് എല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ട്. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് ഇൻസ്ട്രക്ഷൻസ്, കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും തന്നെയും ഇരകൾ ആയവരെ കുറിച്ചുള്ള പൂർണ്ണമായൊരു വിവരശേഖരമാണ് ലക്ഷ്യമിടുന്നത്. 20ഓളം പേരെ ഈ രീതിയിൽ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അതിൽ ഒരു മലയാളി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് സാബിർ നസീർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സാബിർ നൽകിയിരിക്കുന്ന വിവരം. ഇയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് ഇയാളെക്കുറിച്ചുള്ളൊരു അന്വേഷണം നടത്തിയെങ്കിൽ പോലും അത് പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. ഇയാൾ നാടുവിട്ടു എന്നതാണ് അവിടെയിൽ നിന്ന് ലഭ്യമാകുന്നൊരു വിവരം. വീട്ടുകാർക്കും ഇയാളെക്കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. സമാനമായ അവസ്ഥ തന്നെയാണ് ഈ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുമ്പോഴും ഇവർ ഇറാനിലേക്ക് പോയതിനു ശേഷം അവർ തിരിച്ചെത്തിയ സംബന്ധിയായ വിവരങ്ങൾ, കാര്യങ്ങളൊന്നും തന്നെ ശേഖരിക്കപ്പെട്ടിട്ടില്ല. ഈ ഇരകളിൽ പലരും തന്നെയും വഞ്ചിതരാക്കപ്പെട്ടു എന്നതാണ്. 10 ലക്ഷം രൂപ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഈ തുക പോലും ലഭിക്കാതെ വന്നതോടെയാണ് പലരും പരാതികളുമായിട്ട് പലപ്പോഴും പലയിടത്തും ഈ അന്വേഷണ ഏജൻസികളുമായിട്ട് തന്നെ അന്വേഷണ സംഘവുമായിട്ട് തന്നെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പിന്നീടാണ് ഇതൊരു അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഹൈദരാബാദിൽ തന്നെയാണ് ഉള്ളതെന്നാണ് സാബിത്ത് നൽകിയിരിക്കുന്ന വിവരം. ഇയാളെ എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘം ഇയാൾ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളും ഇതേ ഒരു അന്വേഷണ സംഘത്തിലേക്ക് വന്നു ചേരും. കാരണം ഇത് രാജ്യത്തിന് പുറത്ത് നടക്കം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പലരെയും കുവൈറ്റിലേക്ക് കടത്തുകയും പിന്നീട് ഇറാനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിരുന്നത്. ഇറാനിലെ ഫരീദ് ഖാൻ എന്ന ആശുപത്രിയിലായിരുന്നു ഈ സംഘങ്ങളുടെ ശസ്ത്രക്രിയ അടക്കം നടന്നിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിപുലമായ ശേഖരണം നടത്തണമെങ്കിൽ അത് പോലീസിനെ കൊണ്ട് മാത്രമാവില്ല, മറ്റ് അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായം വേണ്ടിവരും. ഇവർ ഈ ലഭ്യമാക്കിയിരിക്കുന്ന പണം ഇത് ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അന്വേഷണം ആ രീതിയിലുള്ളതായിരിക്കും. നിലവിൽ പ്രതിയായ സബിത്തിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാനിപോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജ്ഞാനായ യാക്കോബായ സഭ ഇനി സ്വതന്ത്രമായി നിൽക്കുമെന്ന് അസോസിയേഷൻ. ഉൾഭരണത്തിൽ അന്തോഖ്യ പാത്രിയാർക്കീസിന് അവകാശമില്ലെന്ന് സഭാ സെക്രട്ടറി ടി.ഒ. എബ്രഹാം പറഞ്ഞു. സഹായ മെത്രാൻമാരെ ഔദ്യോഗിക പരിപാടികളിൽ സഹകരിപ്പിക്കില്ല. അതേസമയം കോട്ടയം മുനിസിഫ് കോടതിയിൽ കേസ് തീർപ്പാക്കുന്ന മുറയ്ക്കാകും തീരുമാനങ്ങൾ നടപ്പിലാവുക. ഇന്ന് ജ്ഞാനായ സമുദായത്തിന്റെ പരമോന്നത ബോഡിയായ ജ്ഞാനായ അസോസിയേഷൻ കൂടുകയുണ്ടായി. 2 മീറ്റിംഗാണ് കൂടിയത്. രാവിലത്തെ സെക്ഷനിലെ ജ്ഞാനായ സമുദായ ഭരണഘടനയുടെ ആ അമെൻമെന്റാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ അജണ്ടയിലുണ്ടായിരുന്ന മുഴുവൻ അമെൻമെന്റുകളും ഇന്ന് പാസാക്കി മഹാഭൂരിപക്ഷം. ജ്ഞാനായ യാക്കോബായ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. അതായത് സഭ സ്വതന്ത്രമായി നിൽക്കുമെന്ന ഫലത്തിൽ പറയാം. ആത്മീയ അധികാരം മാത്രമായിരിക്കും പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഉണ്ടാകുക എന്നതാണ് ചിങ്ങവനത്ത് ചേർന്ന ജ്ഞാനായ അസോസിയേഷൻ യോഗം തീരുമാനിച്ചത്. ഈ സഹായ മെത്രാന്മാരായിട്ടുള്ളവരുണ്ട്, അവരുമായി ഫലത്തിൽ സഹകരിക്കില്ല. അതായത് അവരെ സഭയുടെ ഔദ്യോഗിക പരിപാടികളിൽ വിളിക്കില്ല. ഈ ജ്ഞാനായ മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിനെതിരായ സസ്പെൻഷൻ പിൻവലിച്ചാൽ അതിനുശേഷം മാത്രമായിരിക്കും ഇവരുമായി ഉള്ള സഹകരണം ഉണ്ടാകുക എന്നതാണ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഈ അസോസിയേഷൻ തീരുമാനം ഫലത്തിൽ പ്രാബല്യത്തിൽ വരില്ല. കാരണം ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് പ്രകാരം ഈ അസോസിയേഷൻ തീരുമാനം എടുത്താൽ തന്നെ അത് കോട്ടയം മുനിസിഫ് കോടതിയുടെ തീരുമാനം, അതായത് നിലവിൽ കേസുണ്ട്, ആ കേസിന്റെ അന്തിമ വിധിക്ക് അനുസരിച്ചായിരിക്കും ഇതിലൊരു തീരുമാനം പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവരും വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ കോടതി വിധികളെ ലംഘിച്ചുകൊണ്ടാണ് ഫലത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് വിമത വിഭാഗം ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ച്, ജ്ഞാനായ യാക്കോബായ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. മുൻപുള്ളതുപോലെ തന്നെ ഉൾഭരണ അധികാരം അത് തുടരുമെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ജയ് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വിമാന അപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കി ഇറാൻ. അമേരിക്കൻ ഉപരോധമാണ് അപകടത്തിന് ഒരു കാരണമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനിൽ ദുഃഖാചരണം തുടരുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ആദ്യം മുതൽ തന്നെ
അമേരിക്കയുടെ ഉപരോധം ഇതിന് ഒരു കാരണമായി എന്ന വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ട്. ഇപ്പോൾ ഇറാൻ തന്നെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അതിലെ ഒരു പ്രധാന കാരണം അതായി കാണുന്നു. എന്തൊക്കെയാകും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? വിവരങ്ങൾ രേണുക, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ വിദേശകാര്യ മന്ത്രി ജാവേദ് സറീഫാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്ക വർഷങ്ങളായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപരോധമുണ്ട് ഇറാന്. ഈ ഉപരോധം ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിന് കാരണമായി എന്നുള്ളതാണ്. നേരത്തെ അപകടം സംഭവിച്ച സമയം മുതൽ നമുക്കറിയാം, ഏതാണ്ട് 60 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിലാണ്, ഒരു കനേഡിയൻ ഹെലികോപ്റ്ററിലാണ് പ്രസിഡന്റും സംഘവും സഞ്ചരിച്ചിരുന്നത്. അത് അപകടത്തിൽപ്പെടുകയായിരുന്നു മലനിരകളിൽ മോശം കാലാവസ്ഥയിൽ. പക്ഷേ ഈ അമേരിക്ക ഈ ഹെലികോപ്റ്ററിൻ്റെയും ഈ ചോപ്പറുകളുടെയും മറ്റും സാങ്കേതിക സംവിധാനം അടക്കം ഇറാന് കൈമാറുന്നതിൽ നിന്ന് ഉപരോധം വിലക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും ഈ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വിമാനാപകടത്തിലേക്ക് എത്തേണ്ടി വന്നത്. നേരത്തെയും ഇറാൻ സമാനമായ നിരവധിയായ വിമാനാപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യമാണ്. ലക്ഷക്കണക്കിന് സാധാരണ വിമാനയാത്രക്കാർ വിമാനാപകടങ്ങളിൽ കൊല്ലപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നതും ചേർത്ത് വായിക്കണം. അവിടെയാണ് ഈ വളരെ പ്രധാനപ്പെട്ട പ്രസിഡന്റിനെ പോലും സംരക്ഷിക്കാനുള്ള സംവിധാനം തങ്ങൾക്കില്ല എന്ന ദുരവസ്ഥ ഇറാന്റെ വിദേശകാര്യമന്ത്രിനെ വിളിച്ചു പറയുന്നത്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം രാവിലെ നടത്തിയിരുന്നു. ഇന്ന് മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രാഥമികമായ ഒരു കാര്യം, സാങ്കേതിക പിഴവ് ഈ അപകടത്തിന് കാരണമായി. തൽക്കാലം മറ്റ് അട്ടിമറികളോ ഒന്നും ഇറാൻ സംശയിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് അമേരിക്കയെ നേരിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ പുറത്തു വരുന്നത്. അട്ടിമറികൾ ഉണ്ടാകാം ഈ വിഷയത്തിൽ, ഇസ്രായേലിനെയും അമേരിക്കയും അടക്കം സംശയിക്കാമെന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകിയിരുന്നു എങ്കിൽ പോലും അതിനെ ഇറാൻ തൽക്കാലം ഒരു സ്ഥിരീകരണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലമില്ല. അവിടെയാണ് അന്വേഷണത്തിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന് അറിയാം എന്നുള്ളത് പറയുന്നത്. പക്ഷേ അപ്പോഴും അമേരിക്കയ്ക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ഇറാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അന്തരിച്ച പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. റെയ്സിയുടെ ഇപ്പോൾ മൃതദേഹമുള്ളത് പ്രധാനപ്പെട്ട അവിടുത്തെ ആരാധനാലയമായ ഇമാം റേസ ഷ്രൈൻ എന്ന ആരാധനാലയത്തിലാണ്. അവിടെ അയത്തുള്ള ഖൊമേനിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക എന്ന വിവരവും അടക്കം പുറത്തു വരുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട്. ഈ സംസ്കാര ചടങ്ങുകളൊക്കെ വലിയ തോതിൽ ആചരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നോർത്ത് വെസ്റ്റേൺ സിറ്റിയായ ടബ്രിസിലാണ് ഈ ഫ്യൂണറൽ പ്രേയേഴ്സ് അത് ഇപ്പോൾ ഇറാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 50 ദിവസത്തിനകം ഈ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അയത്തുള്ള ഖൊമേനിയുടെ ആയിരിക്കും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട അവസാന വാക്ക്. അതിനുള്ള നടപടിക്രമങ്ങളും ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു വിയോഗം, അതിൽ നിന്ന് അതിജീവിക്കാനായുള്ള ശ്രമത്തിലാണ് ഇറാൻ എന്നുള്ളതാണ്. സ്വാഭാവികമായി മറ്റു കാര്യങ്ങളൊന്നും സംശയിക്കത്തക്ക വിധത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോഴും മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് താനും. രേണുക. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ദേശീയ വാർത്തകൾ ചുരുക്കത്തിലുമായി ഷംന ചേരുന്നു. നമസ്കാരം. രാജ്യസഭാംഗം സ്വാതി മലിവാലിനെ കയ്യേറ്റം ചെയ്തെന്ന കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് ഡൽഹി പോലീസ്. നോർത്ത് ഡൽഹി DCP അഞ്ജിത ചിപ്യാലയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. മുഖ്യമന്ത്രിയുടെ വസതിയിലെ ജീവനക്കാരിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും സംഘം മൊഴിയെടുത്തു. മെയ് 13-ന് കെജ്രിവാളിനെ കാണാൻ ഔദ്യോഗിക വസതിയിലെത്തിയ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ബിഭവ് കുമാർ മർദ്ദിച്ചു എന്നായിരുന്നു സ്വാതി മലിവാലിന്റെ പരാതി. 5ാം ഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാത്ത മുൻ കേന്ദ്രമന്ത്രിയോട് വിശദീകരണം തേടി BJP. ജാർഖണ്ഡ് MPയും മുൻ കേന്ദ്ര ധനമന്ത്രി യശ്വന്ത് സിൻഹയുടെ മകനുമായ ജയന്ത് സിൻഹയ്ക്കാണ് BJP കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. സംഘടനാ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ജയന്ത് പങ്കെടുക്കാതെ വിട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കാരണം വ്യക്തമാക്കണമെന്നാണ് ജയന്തിനോട് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരസ്യങ്ങൾക്ക് മെറ്റ അനുമതി നൽകിയതായി റിപ്പോർട്ട്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃകമ്പനിയായ മെറ്റ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് BJPക്ക് വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതായി ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തിയത്. നിർമ്മിത ബുദ്ധിയിൽ കൃത്രിമ ചിത്രങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഈ പരസ്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മെറ്റ പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. പൂനെ കല്യാണി നഗറിൽ 17-കാരൻ ഓടിച്ച കാർ ഇടിച്ച് 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ ഇയാളെ മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിൽ നിന്നാണ് പിടികൂടിയത്.
ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 75, 77 വകുപ്പുകൾ പ്രകാരമാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തതെന്ന് പുനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. അമിത വേഗതയിൽ വന്ന ആഡംബര കാർ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെലുങ്ക് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും മുൻ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയുമായ അഭിജിത്ത് ഗംഗോപാധ്യായെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കമ്മീഷൻ വിലക്കി. 24 മണിക്കൂർ സമയമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കുള്ളത്. സ്ഥാനാർത്ഥി മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചു. പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു. വിദേശത്തുള്ള പ്രജ്വലിനെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിട്ടും പ്രജ്വൽ രേവണ്ണയെ പിടികൂടാനാകാത്തതിനു പിന്നാലെയാണ് പുതിയ നീക്കം. കേസ് CBIക്ക് കൈമാറണമെന്നും വീഡിയോകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് BJPയുടെയും JDSന്റെയും ആവശ്യം. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റു വാർത്തകളിലേക്ക്. ബിലീവേഴ്സ് ഈസ്റ്റ് ചർച്ച് തലവൻ അത്തനേഷ്യസ് മാർ യോഹാന്റെ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി. സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ച് കത്തീഡ്രലിനോട് ചേർന്നാണ് ബിഷപ്പിന്റെ അന്ത്യവിശ്രമം. സംസ്ഥാന ബഹുമതിയോടെയായിരുന്നു ചടങ്ങുകൾ. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാസമാലിന്യം പെരിയാറിൽ തള്ളിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ വൻ പ്രതിഷേധം. ചത്ത മത്സ്യവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് കർഷകർ ഉപരോധിച്ചു. എടയാർ, ഏലൂർ, ചെരാനെല്ലൂർ, വരാപ്പുഴ, മൂലമ്പിള്ളി ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതോടെ കർഷകർക്കുണ്ടായത്. പെരിയാറിൽ രാസമാലിന്യങ്ങൾ കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. ഏലൂർ, ചേരാനല്ലൂർ, വരാപ്പുഴ, മൂലമ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാതെ പുഴയുടെ മേൽത്തട്ടിലെത്തി പിന്നീട് ചത്തുപോയതാണ് കണ്ടത്. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ചത്ത മത്സ്യങ്ങളെ കൂട്ടത്തോടെ ആദ്യമായി കണ്ടെത്തിയത്. എടയാർ വ്യവസായ മേഖലകളിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. കണ്ടാലേ അത്തറും ചങ്കൂട്ടിപ്പോവും. അതേണ അവസ്ഥ. പാല് കളറെന്ന് പറഞ്ഞാലല്ലേ പാലിന്റെ കളറാർന്ന്. അവിടെ ഒരു പൂച്ചൂട്ടി പോലും ഇല്ല. ഇനി വരാപ്പുഴ പഞ്ചായത്തിലെ വരാപ്പുഴ പഞ്ചായത്ത് തന്നെയല്ല, കടമക്കുടി, വരാപ്പുഴ, കോട്ടുള്ളി ആ ഭാഗം മൊത്തം നശിച്ചേക്കാണ്. ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് ഞങ്ങൾ വേറെ വിധത്തിലായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത്. മത്സ്യകൃഷി നടത്തിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. മാലിന്യങ്ങൾ ഒഴുക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോഴും അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് പരാതി. അതിനിടെ മത്സ്യ കർഷകർ ചത്ത മീനുകളുമായി ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലെത്തി പ്രതിഷേധിച്ചു. 1 വർഷത്തോളം ചിലപ്പോൾ സൗജന്യ റേഷൻ എന്തെങ്കിലും അനുവദിക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയാണ്. ഈ മത്സ്യം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. വരാപ്പുഴ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വന്നാലറിയാം, എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ആ ഭാഗത്തുള്ള എല്ലാവരും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ആദ്യമായിട്ടാണ്. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചത്തുപൊങ്ങിയ കെട്ടിലെ മത്സ്യങ്ങൾ പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടാനാണ് കർഷകരുടെ തീരുമാനം. അതേസമയം ഈ മീനുകൾ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് മാർക്കറ്റുകളിൽ പരിശോധന നടത്തി. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വന്തം ചെലവിലെന്ന് വിവരാവകാശ രേഖ. യാത്ര ഔദ്യോഗികമല്ലെന്നും തീർത്തും സ്വകാര്യമെന്നും മറുപടിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമായ സാഹചര്യത്തിലാണ് വെളിപ്പെടുത്തൽ. വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാസം 6-ാം തീയതി മുതൽ ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്ര ഔദ്യോഗികമല്ലെന്നാണ് മറുപടിയിൽ വ്യക്തമാക്കുന്നത്. കാസർകോട് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതം. കുടക് സ്വദേശിയായ പ്രതി കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ഇയാളെ പിടികൂടിയാൽ മാത്രമേ സംഭവം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. നിലവിൽ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടയിൽ പ്രതിയുടേതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ പോർട്ടലുകളിലും ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു.
കണ്ണൂർ പയ്യന്നൂരിൽ വൻ കവർച്ച 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ താഴെയുള്ള മുറിയിലാണ് കവർച്ച നടന്നത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. 25 മീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ ക്വാളിഫയറിൽ അല്പസമയത്തിനകം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ജയിക്കുന്ന ടീം IPL ഫൈനലിലെത്തും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് പൃഥ്വിരാജ്. ഖുറേഷി അബ്രഹാമിന്റെ ഗെറ്റപ്പിൽ നടന്നുവരുന്ന മോഹൻലാലിനെയാണ് പോസ്റ്ററിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എമ്പുരാൻ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5690 രൂപ, പവന് 45,520 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.